പ്രണാമം. കൃഷ്ണ 13-14 ശ്ലോകങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. എങ്ങനെയാണ് ആത്മാവ് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നത്, അത് ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്യുക, ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് കുടിയേറുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശാരീരിക തലത്തിൽ നിന്നുകൊണ്ടുള്ള അർജുനന്റെ സംശയങ്ങള്, വാദഗതികള്, അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെയെല്ലാം ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്ന ആത്മാവിനെയും ശരീരത്തിന്റെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ദേഹിനു അസ്മിൻ യഥാ ദേഹി, ഇതിൽ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. ദേഹിന എന്ന് പറഞ്ഞാല് ദേഹി, അതായത് ജീവൻ, പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ്, ഇത് എങ്ങനെയാണ് ഈ ഒരു ശരീരത്തില് മാറി മാറി അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലം, നമുക്ക് ബാല്യകാലത്തുള്ള ബോഡി അല്ല പിന്നീട് വാർദ്ധക്യ കാലത്ത് എത്തുമ്പോഴേക്കും കിട്ടുന്നത്. അതിന് ധാരാളം പരിണാമം, ധാരാളം ചേഞ്ചസ് ഉണ്ടാകുന്നു, ധാരാളം മാറ്റങ്ങൾ നേരിടേണ്ടി വരുന്നു. പക്ഷേ നമ്മുടെ ആത്മാവിനാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ കുട്ടിക്കാലത്ത് പറയുന്ന, ബാല്യകാലത്തിൽ നമ്മൾ പറയുന്ന ഞാൻ തന്നെയാണ് വാർദ്ധക്യകാലം എത്തുമ്പോഴും മരിക്കുന്ന ആ ഒരു തൊട്ടു മുന്നേ ഉള്ള സമയത്തും ഞാൻ എന്ന ആ ഒരു വ്യക്തിക്ക് മനസ്സുകൊണ്ട് അവർ എത്രത്തോളം വളർന്നു എന്നോ, അതൊക്കെ ചില സമയത്ത് അതൊന്നും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തില് നമ്മുടെ ആത്മാവ് ഒരേപോലെ യാതൊരു വ്യതിചലനവും ഇല്ലാതെ നിൽക്കുന്നു. പക്ഷെ ഇവിടെ ശരീരം എങ്ങനെയാണ്? ബാല്യം, കൗമാരം, യൗവനം, അതുപോലെ ജര എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ഇതൊക്കെ ബാധിക്കുമ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നു, അല്ലെ? നമുക്ക് ജോയിന്റ് പെയിൻ ഒക്കെ വരുന്നു, മുട്ടുവേദന, കാലുവേദന, ശരീരവേദന ഒക്കെ ഉണ്ടാകുന്നു. ഓരോരോ അവയവങ്ങൾക്കായിട്ട് ആ ഒരു മെഷീൻ എങ്ങനെയാണോ പ്രവർത്തിപ്പിക്കുന്നത്, ഒരു യന്ത്രത്തിന് എന്തെല്ലാം കേടുപാടുകൾ സംഭവിക്കുമോ ആ കാലപ്പഴക്കം കൊണ്ട്, അതുപോലെ കാലപ്പഴക്കം കൊണ്ട് നമ്മുടെ ശരീരത്തിനും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും സംഭവിക്കുന്നു. പക്ഷെ നമ്മുടെ ദേഹി അല്ലെങ്കിൽ ആത്മാവിന് യാതൊരു വ്യത്യാസവും, യാതൊരു ചേഞ്ച്, യാതൊരു പരിണാമമോ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശാരീരിക തലത്തിൽ നിന്ന് ആ ഒരു രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറയാണ്. ശാരീരിക തലത്തിൽ നിന്ന് അദ്ദേഹം അനുകമ്പയോടുകൂടി സ്വന്തം ഗുരുനാഥനെയും അതുപോലെ പിതാമഹനെയും ബന്ധുക്കളെയും കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ അർജുനനോട് പറയുകയാണ്, അവർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല, അവർക്ക് എങ്ങനെയായാലും പുതിയൊരു ശരീരമാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെ, ബാല്യകാലത്ത് 300ഓളം അസ്ഥികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് ബാല്യകാലത്തില്. അതേസമയം ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ, നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞു, നമ്മൾ പ്രായപൂർത്തിയാകുന്ന ഒരു വ്യക്തിയില് 206 അസ്ഥിയാണുള്ളത്. അപ്പൊ നമ്മുടെ ശരീരം ബയോളജിക്കലി നോക്കിയാലും നമ്മുടെ ശരീരത്തിന് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ജര നര ബാധിക്കുന്നത് നമുക്കറിയാം, വേദനകളുടെ കാര്യം ഒക്കെ, ശരീരത്തിന്റെ ആ ഒരു ശരീരത്തിന്റെ പ്രാപ്തിയില്ലായ്മ, അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മുമ്പത്തെ പോലെ ആരോഗ്യം ഇപ്പോൾ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ. നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ സെൽസ് അല്ലെങ്കിൽ കോശങ്ങൾ 7 മുതൽ 10 വർഷം വരെ ചേഞ്ച് ഉണ്ടാകും എന്നാണ് പറയുന്നത്, ബയോളജിക്കലി പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ വെജിറ്റേറിയൻ ആയി എന്ന് വിചാരിക്കുക, അപ്പം നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നു, അതിനുശേഷം നമ്മൾ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്ത് മുമ്പ് കഴിച്ചിരുന്ന അതിന്റെ എല്ലാം അംശങ്ങൾ നമ്മുടെ ശരീരത്ത് ഉണ്ടാകും എന്ന് വിചാരിക്കാം. പക്ഷെ 7 വർഷം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ കോശങ്ങളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മൃത കോശങ്ങളെല്ലാം മാറി പുതിയ പുതിയ കോശങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഒരു 7 മുതൽ 10 വർഷം വരെ നമ്മൾ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞ് 7 മുതൽ 10 വർഷം വരെ കഴിയുമ്പോൾ നമ്മുടെ ആ പഴയ കോശങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ നിന്ന് നശിച്ചു പോകും എന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ എന്തില്ല, ഈ ശരീരത്ത് പോലും നോൺ വെജ് ഒക്കെ കഴിച്ചതിന്റെ അംശം നമ്മുടെ ശരീരത്തിൽ എങ്ങുമേ അവശേഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ എല്ലാം ശരീരത്തിന് ഒരുപാട് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോ എന്തായാലും അർജുനൻ ഇങ്ങനെ വിലപിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരുടെ എല്ലാം ആത്മാക്കൾ എപ്പോഴും സെയിം തന്നെയായിരിക്കും. അവരുടെ ആത്മാവിന് യാതൊരു ചേഞ്ചുമില്ല, അവരുടെ ശരീരം മാത്രമാണ് ചേഞ്ച് ആവുന്നത്. യുദ്ധമുഖത്ത് അവർ മരിച്ചു വീണാലും അവർക്ക് പിന്നീട് അവരുടെ ഈ ഒരു ആത്മാവ് എന്ത് ചെയ്യും, അവരുടെ സൂക്ഷ്മ ശരീരം അന്യ ഗ്രഹങ്ങളിലേക്ക് പോകും. അത് ഹയർ പ്ലാനറ്റ് ആയിരിക്കും. എന്ന് വെച്ചാല് വീരന്മാരാണ്, വീരശൂര പരാക്രമികളാണ്. അപ്പോ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുമ്പോൾ അവർക്ക്
സൂര്യമണ്ഡലത്തിൽ സൂര്യഗ്രഹത്തിൽ അവരിത് കിട്ടും, സ്വർഗലോകങ്ങളിൽ അവർക്ക് അഭയം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഹയർ പ്ലാനറ്റിലേക്കാണ് അവർ പോകുന്നത്. ഭൂമിയേക്കാൾ ഉയർന്ന ഒരു ഗ്രഹത്തിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ടും അവർക്ക് നഷ്ടമില്ല, അവർക്ക് ലാഭമേ ഉള്ളൂ. അതിൽ തെറ്റില്ല. പിന്നീട് അവർ വീണ്ടും എന്ത് ചെയ്യും? ഈ ആത്മാവ് വീണ്ടും ഒരു ശരീരത്തിലേക്ക് കടക്കും, ദേഹാന്തര പ്രാപ്തി. അപ്പോ ഇത് മനസ്സിലാക്കിയവൻ, ഇത് യഥാർത്ഥ ഒരു ജ്ഞാനമാണ്. അപ്പോ ആത്മാവും ശരീരവും എന്താണ് എന്നും വ്യത്യസ്തമായ രീതിയിൽ അത് എങ്ങനെയെല്ലാം പുതിയൊരു ശരീരത്തിലേക്ക് കടക്കുന്നു. മനുഷ്യ ശരീരം എന്നില്ല, ഏതൊരു ജീവജാലത്തിന്റെ ആയാലും ശരീരത്തിലേക്ക് പിന്നീട് കടക്കുന്നു. അപ്പൊ എന്തായാലും യുദ്ധം ചെയ്ത് മരിക്കുന്നവർക്ക് നല്ല ഒരു ശരീരപ്രാപ്തി തന്നെ അടുത്ത ജന്മത്തിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റും, അല്ലെ? അപ്പോ അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതാണ് യഥാർത്ഥ ജ്ഞാനം. അത് മനസ്സിലാക്കുന്നവൻ ധീരനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ അനുകമ്പയോടുകൂടി ഇങ്ങനെ വിലപിക്കില്ല. ആദ്യത്തെ ചാപ്റ്ററിൽ അർജുനൻ എങ്ങനെയാണ് അവിടെ ഇരുന്നത്, അല്ലെ? എല്ലാം ഗാന്ഡീവൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് ഇവരെയൊന്നും കൊല്ലാൻ വയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഭഗവാൻ പറയാണ് ഇവരെയൊക്കെ കൊന്നാലും ഒരു പ്രശ്നവുമില്ല എന്നുള്ളത്. അപ്പോ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അർജുനന്റെ ഡ്യൂട്ടി, അർജുനന്റെ കർത്തവ്യം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ധീരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ഭാവാർത്ഥത്തിലും കൊടുത്തിട്ടുണ്ട്. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയാം. ഇങ്ങനെ ഏതൊരു സിറ്റുവേഷനിലും ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഒരു ഡ്യൂട്ടി എന്താണ്, കർത്തവ്യം എന്താണ്, അത് എങ്ങനെയെല്ലാം വർത്തിക്കുന്നു, അടുത്ത ഒരു ജന്മം അത് എടുക്കും എന്നുള്ളത് നമ്മളിപ്പോ മുന്നേ നമ്മളിത് പഠിക്കുന്നതിന് മുന്നേ നമുക്കും അറിയില്ല, അല്ലെ? നമുക്ക് ശരീരം വ്യത്യസ്തമാണ്, ആത്മാവ് വ്യത്യസ്തമാണ് എന്നൊന്നും അറിയില്ല. എല്ലാം ഒന്ന് തന്നെയാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനും അത് മനസ്സ് പറഞ്ഞു തരുന്നതാണ് അതല്ല ശരി, അല്ലെ? ഇനി ഉള്ളിൽ നിന്ന് ചൈത്യഗുരു ഭഗവാൻ എന്തോ പരമാത്മാ എന്തോ മന്ത്രിക്കുന്നുണ്ടല്ലോ എന്ന് ശ്രദ്ധിക്കാനും പരമാത്മാ എന്തോ മന്ത്രിക്കുന്നുണ്ട് അതിന് ചെവി കൊടുക്കാനും നമ്മൾ ധ്യാനനിരതരായി ആ ഒരു ഭഗവാന്റെ ശബ്ദബ്രഹ്മം, ആ നാമജപത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ പരമാത്മാ ഉള്ളിലിരുന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ കർത്തവ്യബോധത്തിലേക്ക് നമുക്ക് നമ്മുടെ അവബോധത്തെ കൊണ്ടുവരാനും നമുക്ക് കഴിയും. നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ ബോധം, നമ്മുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം എന്താണ്, ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ആര് പറഞ്ഞു തരും? നമുക്ക് ചൈത്യഗുരു ഭഗവാൻ പരമാത്മാ നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നമുക്ക് വഴി കാണിച്ചു തരും. അപ്പൊ അതൊക്കെയും നമ്മളെ കൽമഷങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകും. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മാത്രാസ്പർശസ്തു കൊണ്ടേ, ഇവിടെ ദ്വന്ദ്വങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദ്വന്ദ്വങ്ങൾ വരും, നമുക്ക് ജയവും പരാജയവും. മെയിനായിട്ട് ഇവിടെ ശീതോഷ്ണ സുഖ ദുഃഖതാണ് പറഞ്ഞിരിക്കുന്നത്. ശീതവും ഉഷ്ണവും വരുമ്പോഴും, തണുപ്പും ചൂടും ഉണ്ടാകുമ്പോഴും, സുഖവും ദുഃഖവും ഉണ്ടാകുമ്പോഴും അതെല്ലാം വന്നും പോയും ഇരിക്കും, വരും പോവും, അല്ലെ? നമുക്കറിയാം സമ്മറും വിന്ററും. മഴ പെയ്യും, വെയിൽ വരും, പിന്നീട് വെയിൽ പോയി, പിന്നെ വീണ്ടും മഴ വരും, വീണ്ടും വെയിൽ വരും. ഇതിങ്ങനെ ഋതുക്കള് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? ഇതിലുള്ള സുഖവും ദുഃഖവും എല്ലാമേ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതെല്ലാം എന്താണ്? ക്ഷണഭംഗുരങ്ങളാണ്, ഇതെല്ലാം ക്ഷണികങ്ങളാണ്. ഇതിന്റെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം? ഇന്ദ്രിയ അനുഭൂതികൾ കൊണ്ട് അവയെ അനുഭവിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ഭൗതികമായിട്ടുള്ള അനുഭവമായി മാറും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ ആസ്വദിക്കാൻ നിന്നാൽ, ഇപ്പം തണുപ്പ് കാലം, മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പൊ ജോർജിയ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ, സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നല്ല കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ മഞ്ഞിലൊക്കെ നിന്ന്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ, ഇപ്പൊ ജമ്മു കാശ്മീരിൽ ആരും പോയില്ല, പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയൊക്കെ പോയിട്ട് അതിനെ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുക, അല്ലെ? അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ്? ക്ഷണികങ്ങളാണ്. ഇത് എല്ലാറ്റിനെയും ഒരേപോലെ കാണണം എന്നുള്ളതാണ് ഇവിടെ അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ 12ാമത്തെ അധ്യായത്തിൽ പോയി കഴിഞ്ഞാല് അവിടെ 13 മുതലുള്ള 13 ശ്ലോകങ്ങളിൽ അങ്ങനെ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെയുള്ള ഭക്തനാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്ന കുറേ ശ്ലോകങ്ങളുണ്ട്. അതിൽ 18ഉം 19ഉം ശ്ലോകങ്ങളിൽ
ഭഗവാൻ പറയുന്നത് ദ്വന്ദ്വങ്ങളെ ഒരേപോലെ കാണുന്ന ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത് പറയുന്നുണ്ട്. സമശത്രൗച മിത്രേച്ച തഥാ മാനാപമാനയോ ശീതോഷ്ണാസുഖ ദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻമേ പ്രിയോനര. ഭക്തിമാൻമേ പ്രിയോനര, എനിക്ക് അങ്ങനെയുള്ള ഒരു ഭക്തനെ, അങ്ങനെ എനിക്ക് ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു ഭക്തനെയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാണ്. അപ്പൊ പല പല ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഇവിടെ എന്താ പറഞ്ഞ സമശത്രുച്ച മിത്രേച്ച, ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ കാണാൻ കഴിയണം. മാന അപമാന, മാനത്തെയും അപമാനത്തെയും ഒരുപോലെ കാണാൻ കഴിയണം. ശീത ഉഷ്ണ, ശീതവും ഉഷ്ണവും ഒരുപോലെ. സുഖ ദുഃഖേഷു, സുഖദുഃഖങ്ങൾ. ഇനി ആദരവ് അനാദരവ്. സമസംഗ വിവർജിത, ഇതെല്ലാറ്റിനെയും ഒരേപോലെ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ദ്വന്ദ്വങ്ങളെ ഒരുപോലെ കാണണം. അത്സംഗത്തിൽ നിന്ന് അസത്സംഗം. അസത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല ജനങ്ങൾ, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മാത്രമേ പാടുള്ളൂ. ദുർജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നും ഭക്തന്മാരിൽ നിന്നുമൊക്കെ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താ പറഞ്ഞ? തുല്യനിന്ദ സ്തുതി, നിന്ദയും സ്തുതിയും ഒരേപോലെ മനസ്സിലാക്കുക. അപ്പോ നിന്ദയും, ഒരാൾ നിന്ദിച്ചാൽ നമുക്കത് കേട്ടു നിൽക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? സ്തുതിച്ചാൽ നമ്മൾ വളരെ ഹാപ്പി ആവും. അപ്പൊ നമുക്ക് നമ്മളെ സ്തുതിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. നിന്ദിക്കുന്നവരെയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല അല്ലെ? അപ്പോ ഇവിടെ മുക്തനും മൗനിയും എപ്പോഴും ഈ അസംഗത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവർ എങ്ങനെയാണ്? മുക്തനും മൗനിയും ജ്ഞാനത്തിൽ ഉറച്ചവനുമായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലാത്തവർക്ക് ആ ജ്ഞാനം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഏനക്കേനച്ചിത്ത് എന്നാണ് പറയുന്നത്. ഏനക്കേനച്ചിത്ത് എന്ന് പറഞ്ഞാൽ ഏത് പ്രകാരവും വല്ല വിധേനയും ഏതെങ്കിലും തരത്തില് എന്ത് ചെയ്യുക? ഇതിനെയെല്ലാം ഒരേപോലെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുക. അതാണ്, അങ്ങനെയുള്ളവരെ നമുക്ക് എന്തെന്ന് പറയാം? ധീരൻ എന്നും പറയാം അല്ലെ? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു ധീരൻ. അങ്ങനെയുള്ളവരെ ധീരൻ എന്ന് പറയാം. അങ്ങനെയുള്ള ധീരനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സദാ സംതൃപ്തനായിരിക്കണം. ഗാർഹിക ബോധം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഗാർഹിക ബോധം എങ്ങനെ ഉപേക്ഷിക്കുക? അതാണ് ഇവിടെ പറയുന്നത്. ഈ ഗാർഹിക ബോധത്തിലാണ് അർജുനൻ എന്റെ പിതാമഹൻ, എന്റെ ഗുരു എന്നെല്ലാം, എന്റെ ബന്ധുജനങ്ങൾ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ ഇപ്പൊ ഇവിടെ ഇത് കണ്ടം ചെയ്ത് പറയുന്നുണ്ട്, ഖണ്ഡിച്ചു പറയുന്നുണ്ട് ഭഗവാൻ. എങ്കിൽ പോലും ആ ശ്ലോകങ്ങളിലും ഒക്കെയും ഇത്ര പറഞ്ഞാൽ പോരെ ഭഗവാൻ, ഇനിയും പറയണോ എന്ന് ചിന്തിച്ചാൽ ഇപ്പോഴും അത് ആ പോയിന്റ്സ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ഒരു ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരാള് ഭക്തിയുത സേവനം ചെയ്യും അല്ലെ? യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള ജ്ഞാനം ലഭിക്കും അദ്ദേഹത്തിന്. അപ്പൊ ദ്വന്ദ്ങ്ങളെ ഒരേപോലെ കാണുമ്പോൾ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം ലഭിക്കും. ജീവാത്മാ, പരമാത്മാ, ആധ്യാത്മിക ജ്ഞാനം, അതുപോലെ ഭൗതിക ജ്ഞാനം, ഇന്ദ്രിയ അനുഭൂതികൾ കൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല, എന്റെ കർത്തവ്യം എന്താണ്, വർണ്ണ ആശ്രമ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കും. അപ്പൊ വർണ്ണ ആശ്രമ ധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൗന്ദേയ എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്, ഭാരത എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും അർജുനനെ തന്നെയാണ് ഭഗവാൻ സംബോധന ചെയ്തിരിക്കുന്നത് സെയിം ശ്ലോകത്തില് രണ്ട് വാക്കുകൾ കൊണ്ട് അല്ലെ? കൗന്ദേയ എന്ന് പറഞ്ഞാല് കുന്തിയുടെ മകൻ, അതുപോലെ ഭാരത എന്ന് പറയുമ്പോൾ കൗന്ദേയ എന്ന് പറഞ്ഞാല് കുന്തിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സൈഡിൽ നിന്ന് നോക്കിയാല് എന്നുള്ള അർത്ഥമാണ്. അമ്മ കുന്തി ദേവി അമ്മയാണ്. അമ്മയുടെ സൈഡിൽ നിന്ന് നോക്കിയാല് അമ്മ എങ്ങനെ ഏത് വംശമാണ്? ക്ഷത്രിയ വംശമാണ്. ഇനി അച്ഛന്റെ ഭാഗത്ത് നിന്ന്, പാണ്ഡുവിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും അദ്ദേഹവും എങ്ങനെയാണ്? ഒരു ക്ഷത്രിയ വംശജനാണ്. ഇവിടെ ഭാരത എന്ന് പറയുന്നത് ദുഷ്യന്തിന്റെയും ശകുന്തളയുടെയും മകനായ ഭാരതൻ. അത് പാണ്ഡുവിന്റെയും കൗരവരുടെയും എല്ലാം പൂർവികനാണ്. അതുകൊണ്ടാണ് ചിലയിടത്ത് ഭാരത എന്ന്, കഴിഞ്ഞ ഒരു ദിവസം ഏതൊരു ശ്ലോകത്തില് ഭാരത എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുരുവംശജരെ എല്ലാം പറയുന്നതാണ്. അവരുടെ പൂർവികനായ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും മകനായ ഭാരതനെ ഉദ്ദേശിച്ചിട്ട് ആ ഭാരതന്റെ വംശത്തിൽപ്പെട്ടവൻ എന്നുള്ള, ഭരതന്റെ വംശത്തിൽപ്പെട്ടവൻ ഭാരതൻ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പോ അച്ഛന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാലും അമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കിയാലും നീ ക്ഷത്രിയനാണ്. അപ്പൊ ക്ഷത്രിയന്റെ കർത്തവ്യം എന്താണോ ആ കർത്തവ്യം നീ ചെയ്തിരിക്കണം. അല്ലാതെ നിനക്ക് ഗാണ്ഡീവം ഉപേക്ഷിച്ച് ഇവിടെ ഇങ്ങനെ തോർത്തട്ടില് ഇരിക്കാനായിട്ട് പറ്റില്ല. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? താം സ്ഥിതിച്ഛസ്വ ഭാരത, ഇതെല്ലാം നീ
സഹിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തെല്ലാമാണോ പ്രലോഭനങ്ങൾ വരുന്നത് അതെല്ലാം നീ സഹിക്കണം, സഹിച്ച് തരണം ചെയ്ത് നീ മുന്നോട്ട് വരണം. അതിനുള്ള ജ്ഞാനമാണ് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇത്രയാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. അവനവന്റെ ഓക്കുപേഷണൽ ഡ്യൂട്ടി ക്ഷത്രിയന്റെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് വർണ്ണ ആശ്രമ ധർമ്മ. അപ്പോൾ ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ച് അദ്ദേഹത്തിന്റെ കർത്തവ്യം നിർവഹിക്കണം എന്ന്, പിന്തിരിഞ്ഞു പോകരുത് എന്ന് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ് അർജുനന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. ഹരേ കൃഷ്ണ. മാതാജി ഭാരത എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും ഒത്തിരി ഒന്ന് പറയും. ഹരേ കൃഷ്ണ മാതാജി. ദുഷ്യന്തനും ശകുന്തളയും കേട്ടിട്ടില്ലേ? ദുഷ്യന്തനും ശകുന്തള. കണ്ണു മഹർഷിയുടെ വളർത്തുമകൾ ശകുന്തള. അപ്പോ അത് എനിക്ക് മേനകയും വിശ്വാമിത്രന്റെ കഥ കേട്ടിട്ടുണ്ടാവും. വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ മേനക വന്നു. പിന്നീട് വിശ്വാമിത്രന്റെ മേനകയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി, ശകുന്തള. അത് ഉപേക്ഷിച്ചു പോവും. ശകുന്ത പക്ഷികൾ വളർത്തിയ കാരണം ശകുന്തള എന്ന് പേര് വരും. പിന്നീട് കണ്ണുമുനി എടുത്ത് വളർത്തും ശകുന്തള. പിന്നീട് ദുഷ്യന്തൻ അവിടെ വരുന്ന സമയത്ത് അവർ തമ്മിൽ അനുരാഗബദ്ധരാവും. പിന്നീട് ഗാന്ധർവ വിധി പ്രകാരം അവർ വിവാഹിതരാവും. അവർക്ക് രണ്ടുപേർക്കും ഒരു കുട്ടി ഉണ്ടാവും, ഭരതൻ. ആ ഭരതൻ ഈ ചന്ദ്രവംശത്തിൽപ്പെട്ടതാണ്. അപ്പോ ഇവരുടെ പൂർവികരായിട്ടാണ് കാണുന്നത്. കുരുവിന്റെ വംശജരാണ് എന്നും പറയുന്നുണ്ട്. മറ്റു രണ്ടു തരത്തിൽ നോക്കിയാലും കൗരവരുടെ എല്ലാവരുടെയും കൗരവർ എന്ന് പറയുമ്പോൾ ദുര്യോധനാദികൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ധൃതരാഷ്ട്രരുടെയും അതുപോലെ തന്നെ പാണ്ഡുവിന്റെയും വംശം കുരുവംശമാണ്. ആ കുരുവംശത്തിന്റെ മുൻപ് ഉള്ളവർ പഴയ തലമുറയിലേക്ക് പോകുമ്പോൾ ഭരതന്റെ മക്കളുടെ അങ്ങനെ വരുമ്പോഴാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും വരുന്നത്. അപ്പൊ പാണ്ഡുവാണ് അർജുനന്റെ അച്ഛൻ. അപ്പൊ ആ തരത്തിൽ നോക്കുമ്പോൾ ഭരതൻ എന്നത് വളരെ ഖ്യാതി നേടിയ പ്രശസ്തനായ ഒരു രാജാവായിരുന്നു ഭരതൻ. അപ്പൊ അത് വച്ചിട്ടാണ് ഇവിടെ ഭാരത എന്ന് വിളിക്കുന്നത്. വളരെയധികം ക്ഷത്രിയ വംശത്തിലാണ് നീ, പ്രശംസനീയമായിട്ടുള്ള ആ വംശത്തിൽ പിറന്നവനാണ്. അപ്പൊ നീ അതിന്റെ പാരമ്പര്യം, ആ വംശ പാരമ്പര്യം നീ കളഞ്ഞു കുളിക്കല്ലേ അർജുന, നീ യുദ്ധം ചെയ്യൂ. അപ്പോ ക്ഷത്രിയ വംശത്തിന്റെ ഒരു അഭിമാനം നീ കാത്തുരക്ഷിക്കൂ എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ മാതാജി. കുരുവംശമല്ല, അല്ലാണ്ട് പുരു അല്ലല്ലോ. പുരു എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവുണ്ടല്ലോ, പിന്നെ യയാതിയുടെ മകൻ പുരു ഇല്ലേ മാതാജി? അതെ അതെ. അതും പറയുന്നുണ്ട്. പുരു ഡൈനാസ്റ്റിയും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എല്ലാ റിലേഷൻഷിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമല്ലോ. അപ്പൊ ആ വഴിക്ക് നമുക്കിപ്പോ കറക്റ്റ് കണക്ഷൻ ഫാമിലി ട്രീ വരച്ച് അങ്ങനെ പറയാനായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ചെയിൻ വിട്ടുപോകും. എനിക്കറിയില്ല. ചിലപ്പോൾ മഹാഭാരതത്തിലൊക്കെ കൃത്യമായിട്ട് ഫാമിലി ട്രീ കൊടുത്തിട്ടുണ്ടാവും വംശത്തെ കുറിച്ച്. നമുക്ക് 9th കാൻറ്റോയില് ഭാഗവതത്തിൽ ആ വംശപാരമ്പര്യത്തെ കുറിച്ചൊക്കെ തന്നെ 9ാമത്തെ കാൻറ്റോയിൽ പറയുന്നുണ്ട്. അല്ലാതെ പറയുമ്പോൾ ഇവിടെ യയാതിയുടെ മക്കളായിട്ടുള്ള യദു, പുരു അങ്ങനെയൊക്കെ ഉള്ളവരുടേതാണ് പുരു വംശം പറയുന്നത്. യയാതിയുടെ വാർദ്ധക്യം ഏറ്റുവാങ്ങിയ ഇളയ മകനായ പുരുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതും നേടിയ വംശമാണ്. അപ്പൊ അത് വെച്ചിട്ടും പറയാറുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭരതന്റേത് മാത്രമാണ്. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ